നമസ്കാരം. എക്സിറ്റ് പോളുകൾ മിക്കവാറും അബദ്ധ പഞ്ചാംഗങ്ങളാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവിട്ട ഡാറ്റ കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെയാണ് അതിനെതിരെ നിഷേധങ്ങളും ട്രോളുകളും പുറത്തു വന്നത്. ഒരു സർവേ ഒഴികെ ബാക്കി എല്ലാവരും ബി.ജെ.പിക്ക് തുടർ ഭരണമാണ് പ്രവചിക്കുന്നത്. അതേസമയം വിശ്വസിക്കാൻ ഏറെ പ്രയാസമുള്ള ചില ഫലങ്ങളും എക്സിറ്റ് പോൾ ഏജൻസികളിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് കൗതുകം. അതിൽ തന്നെ ഏറെ അവിശ്വസനീയം കേരളത്തിലെ ഫലം തന്നെയാണ്. ABP സി വോട്ടർ സർവേയിൽ കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. 2019 LDFന് ഒരു സീറ്റായിരുന്നു ലഭിച്ചത്. എന്നാൽ അന്ന് ശബരിമല, രാഹുൽ ഗാന്ധി, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരണം എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണയും രാഹുൽ മത്സരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു സാഹചര്യം. ഇനി LDF ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്നാലും BJP ആ സ്ഥാനത്തേക്ക് കയറി വരുമോ എന്നാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം. കഴിഞ്ഞ കാലങ്ങളിലായി സംസ്ഥാനത്ത് BJP വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ടെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടു പോയിരുന്നു. അവിടെ നിന്ന് സംസ്ഥാനത്ത് തുടർഭരണം നേടിയ കക്ഷിയെ മാറ്റി BJPക്ക് 1 മുതൽ 3 വരെ സീറ്റാണ് ABP സി വോട്ടർ നൽകിയിരിക്കുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും LDFന് 0 മുതൽ 1 സീറ്റ് വരെയും NDAക്ക് 2 മുതൽ 3 സീറ്റുമാണ് പ്രവചിച്ചിരിക്കുന്നത്. UDFന് 41% വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ NDA അഭൂതപൂർവമായ 27%ത്തിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ പ്രവചനം. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 29% വിഹിതം ഇടതുമുന്നണിക്ക് ലഭിച്ചേക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ചില ഏജൻസികൾ ഇവിടെ BJPക്ക് മേൽക്കൈയും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ BRSന്റെ തുടർഭരണം അവസാനിപ്പിച്ച് അധികാരത്തിലേറിയ രേവന്ത് റെഡ്ഡി സർക്കാർ സംസ്ഥാനത്ത് തരക്കേടില്ലാത്ത പ്രവർത്തനം കുറഞ്ഞ കാലയളവിൽ ചെയ്തിട്ടുണ്ട്. BJP 100-ൽ 100ഉം അതിനടുത്തും നേടിയ ഹിന്ദി ഹൃദയഭൂമിയിൽ പലയിടത്തും സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന വിലയിരുത്തൽ നടത്തുന്ന സർവേകൾ അവിടെ നേരിടുന്ന നഷ്ടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേട്ടം വഴി മറികടക്കുമെന്ന് പറയുന്നതും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിനിടയിൽ DB ലൈവ് സർവേ മാത്രമാണ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത്. എന്തായാലും പെട്ടിയിൽ അടച്ച ഭൂതം പുറത്തു വരുമ്പോഴറിയാം ആര് വാഴും ആര് വീഴും എന്ന്.